ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മോണിറ്ററി പോളിസി ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന പോർഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് മോണിറ്ററി പോളിസി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. Monetary policy is a set of tools or a process the monetary authority of a country, the central bank, used to control the supply of money in the economy by having control over the interest rate for maintaining price stability and achieving high economic growth. ഇപ്പോൾ മോണിറ്ററി പോളിസി എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? അതൊരു സെറ്റ് ഓഫ് ടൂൾസ് അല്ലെങ്കിൽ പ്രോസസ്സാണ്. ആരുടെ? മോണിറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റിയുടെ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ടൂൾസ് അല്ലെങ്കിൽ പ്രോസസ്സ് ആ മോണിറ്ററി അതോറിറ്റി എടുക്കുന്നത്? അവിടുത്തെ സപ്ലൈ ഓഫ് മണിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്ത് ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ഹൈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുമെല്ലാമാണ് ഇത്തരത്തിലുള്ള ടൂൾസ് എടുക്കുന്നത്. ആ ടൂൾസിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ടൂൾസ് ആണ്. ഒരു മോണിറ്ററി അതോറിറ്റി, ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവർ അങ്ങനെ ഒരു മോണിറ്ററി പോളിസി എടുക്കുന്നത്? ആ രാജ്യത്തെ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിനെല്ലാം വേണ്ടിയാണ്. അതുപോലെ തന്നെ ഹൈ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയെല്ലാം എടുക്കുന്ന ടൂൾസ് ആൻഡ് പ്രോസസ്സിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. In India, the Reserve Bank of India is the central monetary authority. Monetary policy is adopted by a country to control either the interest rate for a short-term borrowing, such as borrowing by banks from each other for meeting their short-term requirements of the money supply. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മളുടെ ഇന്ത്യയിലെ സെൻട്രൽ മോണിറ്ററി അതോറിറ്റിയും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ആണ്. അപ്പോൾ മോണിറ്ററി പോളിസി ഒരു രാജ്യം അഡോപ്റ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഷോർട്ട് ടേം ബോറോവിങ്സിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിനായിരിക്കാം. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ അതെന്തു ചെയ്യപ്പെടുന്നുണ്ട്? such as borrowing by banks from each other for meeting the short term requirements or the money supply. അങ്ങനെ മണി സപ്ലൈ അല്ലെങ്കിൽ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് ബാങ്ക്സിന് സഹായിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മോണിറ്ററി പോളിസീസ് അഡോപ്റ്റഡ് ബൈ എ കൺട്രി ടു കൺട്രോൾ എയ്തർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ഷോർട്ട് ടേം ബോറോയിങ്, ഷോർട്ട് ടേം ബോറോവിങ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കാം മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത്. സച്ച് ആസ് ബോറോയിങ് ബൈ ബാങ്ക്സ് ഫ്രം ഈച്ച് അതർ ഫോർ മീറ്റിംഗ് ദ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഫോർ ദ മണി സപ്ലൈ. അതായത് ബാങ്കുകൾ പരസ്പരം എന്തു ചെയ്യുന്നുണ്ട്? ബോറോ ചെയ്യുന്നുണ്ട്. അവർ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ് ഓഫ് മണി സപ്ലൈ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലുണ്ടാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയും മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, attempting to decrease inflation or the interest rate, ensuring the price stability and general trust of the value and stability of the country currency. അതുപോലെ തന്നെ എന്തുകൂടി അവിടെ നടക്കുന്നുണ്ട്? ഇൻഫ്ലേഷൻ ഡിക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുക. അതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രൈസ് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്കോണമി അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ കറൻസിയുടെ സ്റ്റെബിലിറ്റിയിലും വാല്യൂവിലും വിശ്വാസം ഉറപ്പിക്കാനും അത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മോണിറ്ററി പോളിസി സ്ട്രൈവ്സ് ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ആൻ എക്കോണമി ആൻഡ് ദ മീൻസ് ബൈ വിച്ച് ദ എക്കോണമി ദ ന്യൂ മണി ഈസ് സപ്ലൈഡ്. അപ്പോൾ മോണിറ്ററി പോളിസി എന്തുകൂടി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്? എമൗണ്ട് ഓഫ് മണി ദാറ്റ് ആർ അവൈലബിൾ ഇൻ ആൻ എക്കോണമി, ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഫണ്ടിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദ മീൻസ് ബൈ വിച്ച് ദ ന്യൂ മണി സപ്ലൈഡ്, അതുപോലെ തന്നെ ഏത് മാർഗത്തിലൂടെയാണോ പുതിയ മണി സപ്ലൈ ചെയ്യുന്നത് അതിനെയും കൺട്രോൾ ചെയ്യാൻ മോണിറ്ററി പോളിസി ശ്രമിക്കുന്നുണ്ട്. എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക് ലൈക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് സെക്ടർ സ്പെസിഫിക് ഗ്രോത്ത് റേറ്റ് ഹാവ് എ മേജർ ഇൻഫ്ലുവൻസ് ഓൺ ദ മോണിറ്ററി പോളിസി സ്ട്രാറ്റജി. ഈ മോണിറ്ററി പോളിസി സ്ട്രാറ്റജിയിൽ ഒരു മേജറായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ളവ ഏതെല്ലാം ആണ്? GDP,
അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, ഇൻഡസ്ട്രി ആൻഡ് സെക്ടർ സ്പെസിഫിക് ഗ്രോത്ത് റേറ്റ്, ഇവയെല്ലാം തന്നെ മോണിറ്ററി പോളിസി സ്ട്രാറ്റജിയിൽ എന്തുള്ളവയാണ്, ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ളവയാണ് ഈ GDPയും റേറ്റ് ഓഫ് ഇൻഫ്ലേഷനും ഇൻഡസ്ട്രി ആൻഡ് സെക്ടർ സ്പെസിഫിക് ഗ്രോത്ത് റേറ്റ് എന്നിവയെല്ലാം. ഓക്കെ, ഇനി മോണിറ്ററി പോളിസി 2 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. എക്സ്പാൻഷനറി നേച്ചറിലുമുണ്ട്, കോൺട്രാക്ഷണറി നേച്ചറിലുമുണ്ട്. ഓക്കെ, എന്താണ് ഈ എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി ആൻഡ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്നാണ് പറയാൻ പോകുന്നത്. എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മണി സപ്ലൈ കുറഞ്ഞ ഒരു സിറ്റുവേഷനാണ് നമ്മളുടെ എക്കോണമിയിൽ നിലനിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ മണി സപ്ലൈ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ മണി സപ്ലൈ കൂട്ടാൻ ശ്രമിക്കണം. അതിനുപയോഗിക്കുന്ന ടൂളാണ് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി എന്നുള്ളത്. മണി സപ്ലൈ കുറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ മണി സപ്ലൈ കൂട്ടാൻ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ടൈമിൽ എന്തു ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കുറയ്ക്കുന്നു. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കുറച്ച് കൂടുതൽ മണി സപ്ലൈ അവൈലബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഒരു ടൈറ്റ് മോണിറ്ററി പോളിസി ആയിരിക്കും. എക്കോണമിയിൽ മണി സപ്ലൈ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേഷൻ പീരീഡിലാണെങ്കിൽ എടുക്കുന്നത് ഈ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. കാരണം അവിടെ ഉണ്ടാവുന്ന മണി സപ്ലൈ കുറയ്ക്കുക എന്നതായിരിക്കും ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൂട്ടി പബ്ലിക്കിൻ്റെ കയ്യിലോട്ട് ലഭിക്കുന്ന എമൗണ്ട് ഓഫ് മണി കുറയ്ക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇൻസ്ട്രുമെൻ്റ് ഓഫ് മോണിറ്ററി പോളിസിയാണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് മോണിറ്ററി പോളിസി പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും മറ്റൊന്ന് ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് എന്നതിൻ്റെ മറ്റു പേരാണ് ജനറൽ ഓർ ഡയറക്റ്റ് എന്നുള്ളത്. ജനറലായിട്ടും ഇൻഡയറക്റ്റ് എന്നിങ്ങനെ 2 പേരിലുണ്ട്. ഈ ക്വാണ്ടിറ്റേറ്റീവ് മോണിറ്ററി പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവയാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ, സാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നിവയെല്ലാം ഈ ക്വാണ്ടിറ്റേറ്റീവ് മോണിറ്ററി പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നിവയെല്ലാം. ഇനി ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് മോണിറ്ററി പോളിസിയിലാണ് സെലക്റ്റീവ് ഓർ ഡയറക്റ്റ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ജനറൽ ഓർ ഇൻഡയറക്റ്റ് ആണ്, ക്വാളിറ്റേറ്റീവ് സെലക്റ്റീവ് ഓർ ഡയറക്റ്റ് ആണ്. ഇത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണേ. അതിൽ വരുന്നതാണ് ചേഞ്ച് ഇൻ ദ മാർജിൻ മണി, ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സുവേഷൻ എല്ലാം ഈ ക്വാളിറ്റേറ്റീവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ബോത്ത് മെത്തേഡ് അഫക്ട്സ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ത്രൂ ദ സപ്ലൈ ഓഫ് മണി, കോസ്റ്റ് ഓഫ് മണി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ ഈ 2 മെത്തേഡും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? അഗ്രിഗേറ്റ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതിലൂടെ? സപ്ലൈ ഓഫ് മണി, കോസ്റ്റ് ഓഫ് മണി, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് എന്നിവയിലൂടെയെല്ലാം. ഓക്കെ, ഈ 2 ടൈപ്സ് ഉണ്ടെങ്കിലും ഇതിൽ ഫസ്റ്റ് കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്യുന്നത് ബാങ്ക് റേറ്റ് വേരിയേഷൻ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആൻഡ് ചേഞ്ചിങ് റിസർവ് റിക്വയർമെൻറ്റ്സ് എന്നിവയെല്ലാമാണ്. പോളിസി ഇൻസ്ട്രുമെൻ്റ് ആർ മീൻ ടു റെഗുലേറ്റ് ദ ഓവറോൾ ലെവൽ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ എക്കോണമി ത്രൂ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇനി പോളിസി ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു എക്കോണമിയിലെ ഓവറോൾ ലെവൽ ഓഫ് ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഏതിലൂടെ? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സഹായത്തോടെ. ഇത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എയിം അറ്റ് കൺട്രോളിങ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ്. ഇനി സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? സെലക്റ്റീവ് എന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം, ചില സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക എന്നതായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ദേ ഇൻക്ലൂഡ് ചേഞ്ചിങ് മാർജിൻ റിക്വയർമെൻറ്റ്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. അതിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? മാർജിൻ റിക്വയർമെൻറ്റ് ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നിവയെല്ലാം. മാർജിൻ റിക്വയർമെൻറ്റ് ചേഞ്ച് ചെയ്യുക, കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നിവയെല്ലാമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഏതിലാണ് പറയുന്നത്? അതായത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ മാർജിൻ റിക്വയർമെൻറ്റിലെ ചേഞ്ചും അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് ഒക്കെ ഏതിൻ്റെ കീഴിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ആ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്.
ഓക്കെ. ഇനി ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. ജനറൽ ക്രെഡിറ്റ് നമ്മൾ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആണ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞില്ലേ, അതെന്തിനാണ്? ദീസ് ആർ ഡിസൈൻ ടു കൺട്രോൾ ആൻഡ് അഡ്ജസ്റ്റ് ദ സൈസ് ഓഫ് എ വോളിയം ഓഫ് ഡെപ്പോസിറ്റ് ക്രിയേറ്റഡ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ഇൻ ജനറൽ വിത്തൗട്ട് റിഗാർഡ് ടു ദ പെർട്ടിക്കുലർ ഫീൽഡ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഓർ എക്കണോമിക് ആക്ടിവിറ്റി ഇൻ വിച്ച് ദ ക്രെഡിറ്റ് ഈസ് യൂസ്ഡ്. അതായത് ജനറലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ക്രെഡിറ്റ്, ബാങ്ക് ക്രെഡിറ്റ്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ജനറൽ എന്ന രീതിയിലാണ്. അതിലുള്ള ഒരു കൺട്രോൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏത് എൻ്റർപ്രൈസ് ഏത് ഫീൽഡിലാണ് അല്ലെങ്കിൽ ഏത് എക്കണോമിക് ആക്ടിവിറ്റിക്കാണ് ഈ ക്രെഡിറ്റ് യൂസ് ചെയ്തത് എന്നതിൻ്റെ ബേസിസിലൊന്നുമല്ല, ടോട്ടലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്രെഡിറ്റിലെ കൺട്രോൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾസ് കൊണ്ടുവരുന്നത്. അതിൽ ഫസ്റ്റ് ഇൻസ്ട്രുമെൻ്റാണ് ബാങ്ക് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് റൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് മിനിമം ലെൻഡിങ് റേറ്റ് ഓഫ് ദ സെൻട്രൽ ബാങ്ക് അറ്റ് വിച്ച് ഇറ്റ് റീഡിസ്കൗണ്ട് ഫസ്റ്റ് ക്ലാസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണുള്ളൂ. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഹെൽഡ് ചെയ്യുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡിസ്കൗണ്ടിനും വേണ്ടി സെൻട്രൽ ബാങ്ക് ചുമത്തുന്ന ലെൻഡിങ് റേറ്റിനെ, മിനിമം ലെൻഡിങ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മുകളിൽ സെൻട്രൽ ബാങ്കാണ് ചുമത്തുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെയും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെയും മുകളിൽ സെൻട്രൽ ബാങ്ക് ചുമത്തുന്ന മിനിമം ലെൻഡിങ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബാങ്ക് റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻഫ്ലേഷൻ പീരീഡാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻഫ്ലേഷൻ നടക്കുകയാണ് എങ്കിൽ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താവും? കൂട്ടുകയാണ് ചെയ്യുക. നമ്മളുടെ എക്കോണമിയിലെ ബാങ്ക് റേറ്റ് സെൻട്രൽ ബാങ്ക് കൂട്ടും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ബോറോവിങ്സ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. സെൻട്രൽ ബാങ്കിൽ നിന്നുള്ള ബോറോവിങ്സ് കുറയും. അപ്പോൾ നമുക്ക് മണി സപ്ലൈ കുറച്ച് ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ നേരെ തിരിച്ചും സംഭവിക്കാം. ഒരു ഡിഫ്ലേഷൻ പീരീഡാണ് എങ്കിൽ അവിടെ ബാങ്ക് റേറ്റ് കുറയ്ക്കും. ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നതിലൂടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൂടുതൽ സെക്യൂരിറ്റീസ് ആണെങ്കിലും ബോറോവിങ്സ് ആണെങ്കിലും സെൻട്രൽ ബാങ്കിൽ നിന്ന് നടത്താൻ സാധിക്കും. ആ എമൗണ്ട് പബ്ലിക്കിലോട്ട് പോവുകയും അവിടെ മണി സപ്ലൈ കൂട്ടാൻ സാധിക്കുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ റിപ്പോ റേറ്റ് ആണ്. ഈ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും വരുന്നത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്നതിൻ്റെ അണ്ടറിലാണ്. അതും പ്രത്യേകം ഓർക്കണം. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയുടെ അണ്ടറിലാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും വരുന്നത്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ ബാങ്ക് റേറ്റ് പോലെ കണക്റ്റഡ് ആണ്. അതായത് ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് പ്രൊവൈഡ് ലിക്വിഡിറ്റി അണ്ടർ ദ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി ടു എവറി LIF പാർട്ടിസിപ്പൻസ് അഗൈൻസ്റ്റ് ദ കൊളാറ്ററൽ ഗവൺമെൻറ് അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് നൽകുന്ന അതായത് കൊളാറ്ററൽ അല്ലെങ്കിൽ മറ്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് വെച്ചുകൊണ്ട് നമ്മളുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമ്മൾ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ സെൻട്രൽ ബാങ്ക് ചുമത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് എന്ത് പറയുന്നത്? റിപ്പോ റേറ്റ്. സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിനെ ലെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ അവിടെ സെൻട്രൽ ബാങ്ക് ചുമത്തുന്ന എമൗണ്ടിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ഇത് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് പോലെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് ബേസിസിലായിരിക്കും സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നടത്തുന്നുണ്ടാവുക. ഇവിടെ ഇതുപോലെ തന്നെ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? കൊളാറ്ററലൈസ്ഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതൊരു ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഓവർനൈറ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? LIF പാർട്ടിസിപ്പൻസിൽ നിന്ന് അൺകൊളാറ്ററലൈസ്ഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് വാങ്ങുന്നുണ്ട്. അതിന് മുകളിൽ ചുമത്തുന്ന റേറ്റിനെയാണ് സ്റ്റാൻഡേർഡ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ മണി മാർക്കറ്റ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് അവിടുത്തെ മണി മാർക്കറ്റിൽ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ സെയിൽസും പർച്ചേസും നടത്തുകയാണ് എങ്കിൽ അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്.
ഒന്നുകൂടി പറയാം, ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് അവിടുത്തെ മണി മാർക്കറ്റിൽ അവരുടെ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ സെല്ലിങ്ങും പർച്ചേസും നടത്തുകയാണ് എങ്കിൽ അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എല്ലാം ഉള്ള ഒരു പീരീഡിൽ അവിടെ ഗവൺമെൻറ് നടത്തുന്നത് അവിടെ ബയ്യിങ് ആയിരിക്കും, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ആയിരിക്കും നടത്തുക. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിലുള്ള ക്യാഷ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി ഗവൺമെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഡീഫ്ലേഷൻ പീരീഡിലാണെങ്കിൽ അവിടെ സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് നടത്തുമ്പോൾ സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി, ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ പറയേണ്ടത്. ഒരു ഇൻഫ്ലേഷൻ പീരീഡിൽ നമ്മളുടെ സെൻട്രൽ ബാങ്ക് നടത്തുന്നത് അവിടെ സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി സെല്ല് ചെയ്യുമ്പോഴാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴല്ലേ സെൻട്രൽ ബാങ്കിന് പൈസ കിട്ടുക, സെല്ല് ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ സെൻട്രൽ ബാങ്കിന് എന്ത് കിട്ടുന്നു, എമൗണ്ട് കിട്ടുന്നുണ്ട്, സപ്ലൈ ഓഫ് മണി കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നേരെ ഒരു ഡീഫ്ലേഷൻ പീരീഡിലാണെങ്കിൽ എന്തു ചെയ്യും, അവിടെ ബയ്യിങ് ആണ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റി സെൻട്രൽ ബാങ്കിന് വാങ്ങുമ്പോൾ എന്തു ചെയ്യേണ്ടി വരുന്നുണ്ട്, ക്യാഷ് പബ്ലിക്കിലോട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഡീഫ്ലേഷൻ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് മണി സപ്ലൈ കൂട്ടിയിട്ട്. അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓക്കെ, ഇനി അടുത്തത് ചേഞ്ച് ഇൻ റിസർവ് റേഷ്യോസ് ആണ്. റിസർവ് റേഷ്യോസ് രണ്ട് തരത്തിലുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ എന്നും സാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള റിസർവ് റേഷ്യോസ് ഉണ്ട്. അതിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് മറ്റൊരു പോളിസി ആയിട്ട് കണക്കാക്കുന്നത്. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കിൽ ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കും അവരുടെ റിസർവിൻ്റെ ഒരു പാർട്ട് അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു പാർട്ട് സെൻട്രൽ ബാങ്കിൽ റിസർവായിട്ട് വെക്കണം. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുക. എന്താണ് പറഞ്ഞത്, കൊമേഴ്ഷ്യൽ ബാങ്ക് അവർ ഡെപ്പോസിറ്റിൻ്റെ ഒരു പാർട്ട് സെൻട്രൽ ബാങ്കിൽ റിസർവായിട്ട് വെക്കണം. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. സാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് ദംസെൽഫായിട്ട് സ്വന്തമായിട്ട് അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗം അവരിൽ തന്നെ ഒരു റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെയാണ് സാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. രണ്ടും റിസർവ് ചെയ്യാണ്. ഒന്ന് CRRലാണെങ്കിൽ ഒന്ന് സെൻട്രൽ ബാങ്കിൽ റിസർവ് ചെയ്യുന്നു, SLR ആണെങ്കിൽ ദംസെൽഫായിട്ട് റിസർവ് ചെയ്യുന്നു. അതിനെയാണ് CRR എന്നും SLR എന്നും പറയുന്നത്. ഇൻഫ്ലേഷൻ പീരീഡിലാണെങ്കിൽ CRRും SLRും കൂട്ടുകയും ഡീഫ്ലേഷൻ പീരീഡിലാണെങ്കിൽ CRRും SLRും കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ് ആണ്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ് എടുക്കുന്നത് പൊതുവെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. They usually take the form of changing margin requirements to control speculative activities within the economy. അതായത് ഒരു എക്കോണമിയിലെ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യുന്നു, ചില ചേഞ്ചിങ് മാർജിൻ റിക്വയർമെൻറ്റിൽ ചേഞ്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട ടൂളാണ് ചേഞ്ച് ഇൻ മാർജിൻ മണി എന്നുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, ടു കൺട്രോൾ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ എക്കോണമി എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഈ ചേഞ്ചിങ് മാർജിൻ മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് വെച്ച് ഒരാൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് നൽകുന്ന എമൗണ്ടിൽ ചേഞ്ച് വരുത്തുക. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി വെച്ച് ഒരു 10 lakh വർത്തുള്ള ഒരു സെക്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് 2 lakh ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. നോർമലി അങ്ങനെയാണ് നിലനിൽക്കുന്നത് എങ്കിൽ അപ്പോൾ അവിടുത്തെ മണി സപ്ലൈയുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മളുടെ ബാങ്ക്സ് എന്തു ചെയ്യും, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി എന്തു ചെയ്യും, അതിൽ ചേഞ്ചസ് വരുത്തും. ഇപ്പോൾ നല്ലൊരു മണി സപ്ലൈ നിലനിൽക്കുന്ന കാലഘട്ടമാണ് എങ്കിൽ അപ്പോൾ 10 lakhന് 2 lakh കൊടുക്കില്ല. അപ്പോൾ ഒരു 1 lakh ഒക്കെ ആയിട്ട് കുറയ്ക്കും. അല്ല ഒരു ഡീഫ്ലേഷനൊക്കെ എക്കോണമിയിൽ മണി സപ്ലൈ വളരെ കുറഞ്ഞ സമയത്താണെങ്കിൽ അപ്പോൾ ആ 10 lakhന് കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് ലോണായിട്ട് 10 lakh വർത്തുള്ള ഒരു സെക്യൂരിറ്റിക്ക് കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് എന്ത് നൽകും, ലോണായിട്ട് നൽകും. അതിനെയാണ് ചേഞ്ച് ഇൻ മാർജിൻ മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് വൺ മോറൽ സോഷനാണ്. മോറൽ സോഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, RBI മറ്റു കൊമേഴ്ഷ്യൽ ബാങ്ക്സിനോട് അവരുടെ സപ്ലൈ ഓഫ് മണി കൺട്രോൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിനെയാണ് മോറൽ സോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണിറ്ററി പോളിസിയും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റും കറക്റ്റായി നോക്കി വെക്കണം. എക്സാമിന് ചോദിച്ചു കാണുന്ന പോർഷനാണ്. നന്നായിട്ട് കറക്റ്റായി റിപ്പീറ്റഡായിട്ട് വായിച്ച് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വയ്ക്കുക. താങ്ക് യു.